നിക്ക് അവിടെ നിക്ക്. യൂണിയൻ ലീഡർ എന്താ ഇവിടെ? ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോണ്ടേ? അത് പോയതാ. അമ്മ എന്നോട് വരാൻ പറഞ്ഞു, അതുകൊണ്ടാ വീണ്ടും വന്ന. അമ്മ വരാൻ പറഞ്ഞാ അവിടേക്കല്ലേ പോണ്ടത്? എന്തിനാ ഇയാൾ അയാളുടെ റൂമിൽ പോന്നെ? അല്ല, അത് കുറച്ച് അഹങ്കാരം കൂടുതലല്ലേ? അല്ലെങ്കിൽ തന്നെ ലേഡീസ് വീക്ക്നെസ്സിൽ നാട് വിട്ടു പോയാൽ ഇപ്പോഴാണ് തിരിച്ചിവിടേക്ക് വന്നേ. വീണ്ടും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോകണോ? എന്താ പറഞ്ഞ? ലേഡീസ് വീക്ക്നെസ്സോ? പിന്നെ അല്ലാതെ കോളേജ് വെച്ച് ഇവിടെ വാ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് ഡിങ്കോൾഫി വലിയ പ്രശ്നമായി. ആ പെണ്ണിന്റെ അച്ഛൻ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി താലി കൊടുത്ത് കെട്ടുന്ന സമയത്ത് നമ്മുടെ സാർ ഇടപെട്ട് ഇയാളെ ദുബൈയിലേക്ക് അയച്ചു. ഇക്കാര്യങ്ങളൊക്കെ ബോഡി ഗാർഡിന് എങ്ങനെ അറിയാം? ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താ ചുമ്മാ കുഞ്ഞുകളിയാണെന്ന് വിചാരിച്ചോ? ആർക്കെതിലെയൊക്കെയാണ് ശത്രുക്കൾ വരുന്നതെന്ന് കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാൻ അറിഞ്ഞു വെച്ചിരിക്കും. എങ്കിലല്ലേ ശക്തി കൊണ്ട് അവരെ ഒതുക്കാൻ സാധിക്കൂ. അപ്പോ അവർക്കും ശക്തി ഉണ്ടെങ്കിൽ അവർക്കും ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ അതിശക്തി യൂസ് ചെയ്ത് അവരെ കീഴ്പ്പെടുത്തിയിട്ട് എന്നിട്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാ ചോദിക്കുന്നത്. വെറും ശക്തി കൊണ്ട് മാത്രം വിജയം നേടുന്നത് നമുക്ക് യോജിച്ചതാണോ? എന്താ? മനുഷ്യരെ തിരുത്തിയെടുക്കേണ്ടത് ശക്തി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. ഓക്കെ, ശരിയാ. എന്നാ ഇപ്പോ ഈ പാതിരാത്രിയില് നീ ആരെയും സ്നേഹം കൊണ്ട് ഒതുക്കണ്ട. പൊക്കോ. ഡാ കാർത്തികേ, ഇങ്ങ് വാ. നീ ഒരു ചോദിച്ചില്ലേ? ആ ഒരു കാരണം കൊണ്ടാണ് അച്ഛൻ നിന്നെ ദുബായിക്ക് അയച്ചത് അല്ലേ? ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞേ? ആ പെണ്ണ് തന്നെ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഏയ്, അതൊക്കെ വെറുതെ. അവള് പറഞ്ഞതെല്ലാം നുണയാ. നീ ആ കള്ളം പറയുന്ന. നിക്ക്, ഇപ്പൊ തന്നെ അവക്ക് ഫോൺ ചെയ്ത് പെട്ടി എടുത്തോണ്ട് വരാൻ പറയാം. അത് വേണ്ട. ഫോൺ ചെയ്യേ. ഏയ്, ഞാൻ പറയുന്നത് കേൾക്ക്. വന്ന് കയറിയില്ല, പീഡനം തുടങ്ങിയല്ലേ? ഇവനെ കുറിച്ച് കേട്ടതെല്ലാം സത്യമാണെന്ന് തോന്നല്ലോ. നിന്നെ ഇന്ന് ഞാനുണ്ടല്ലോ. ചേട്ടാ എന്താ ചെയ്യുന്നേ? പറയുന്നത് കേൾക്ക്. ഓടല്ലേ, അവിടെ നിൽക്കാൻ. നീ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ഇതെന്റെ ചേട്ടനാ. ഞാൻ ചെമ്മന്നൂർ മാധവൻകുട്ടിയുടെ മകൾ മീരിയ. കാർത്തിക്, അയ്യോ, പോ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോ. ചേട്ടാ, കാർത്തിക് പറഞ്ഞത് കേട്ടില്ലേ? വേഗം ഇവിടുന്ന് പോ. എന്താ പ്രശ്നം ഇവിടെ? മീരേ, എന്തൊരു ശബ്ദം കേട്ടല്ലോ. എല്ലാരും വരുന്നുണ്ട്. അവരെ കണ്ട ജീവനോട് വിടില്ല. പൊയ്ക്കോ. മീരേ, മീരേ, മീരേ. അയ്യോ, കാർത്തിക്, കാർത്തിക് മോനെ. അയ്യോ, എന്താണ് ഇവിടെ നടക്കുന്നത്? അമ്മേ, അത് നോക്കി നിൽക്കുന്ന വെള്ളം എടുത്തോണ്ട് വാ. വേഗം വാട്ടെ. കാർത്തിക് മോനെ, കാർത്തിക് എഴുന്നേക്ക്, കണ്ണു തുറക്ക് മോനെ. മോനെ, കാർത്തിക്. ചേട്ടാ, കാർത്തിക്. എന്തു പറ്റി? എന്താ ഒരു ബഹളം? എന്തിനാ കാർത്തികിനെ ഇവിടെ ഇരുത്തിയേക്കുന്നത്? ഒരു തമാശക്ക് വേണ്ടി മീരയുടെ പുറകെ ഓടുമ്പം തട്ടി വീണെന്നാ തോന്നുന്നേ. അയ്യോ, ഇരുട്ടത്തോടിയാ പിന്നെ തട്ടി വീഴാതിരിക്കുവോ? ഓടിക്കളിക്കാനും തട്ടി വീഴാനും ഇവരെന്താ കൊച്ചു പിള്ളേരാണോ? ഇല്ല അച്ഛാ, ഞാൻ തട്ടി വീണതൊന്നും അല്ല. ആരോ എന്നെ പുറകിൽ അടിച്ചതാ. എന്താ? ഈ വീട്ടിൽ കയറി വന്ന് അടിക്കാൻ ആർക്കാ ധൈര്യം ഉണ്ടായത്? പുറകിൽ വന്ന് അടിച്ചെന്നോ? ആര്? ഞാനാ അടിച്ചത്. മീര കരഞ്ഞ് വിളിച്ച് ഓടി വരുന്നത് കണ്ട് ഞാന് അറിയാതെ അടിച്ചു പോയതാ. എടാ, നിന്നോട് ഞാൻ അവിടെ അല്ലേ കിടക്കാൻ പറഞ്ഞത്? ഇവിടെ വന്ന് നീ എങ്ങനെയാടാ അകത്തോട്ട് വന്നത്? ആരടാ ഇവൻ? ഇങ്ങേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാറിന്റെ ബോഡി ഗാർഡ്. അതെ, ഞാനാ അങ്ങയുടെ ബോഡി ഗാർഡ്. അയ്യോ, വേണ്ട. തെറ്റ് അയാളുടേതല്ല. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. അത് വിശ്വസിച്ച് ചേട്ടൻ അടിച്ചു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ, എവിടുന്നോ വന്ന ഒരുത്തെ നിന്റെ ചേട്ടന്റെ തല അടിച്ചു പൊട്ടിച്ചിരിക്കുക. എടാ, ഇങ്ങനെയാണ് ഒരു ബോഡി ഗാർഡിന്റെ ഡ്യൂട്ടി? ബോഡി ഗാർഡ് ഒന്നും വേണ്ട. ഇയാളെ പറഞ്ഞയക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അനുസരിക്കാൻ പറ്റിയില്ലേ താനും ഇവിടെ വേണ്ട. സാർ, ഞാൻ പറയുന്നത്.
നീ ആരാണെങ്കിലും ശരി, ഇനി ഈ നാട്ടിൽ കണ്ടുപോകരുത്. ഇനി ഇവിടെ കാല് കുത്തിയ പൊയ്ക്കോ. അച്ഛാ, എന്താ മോളെ? ആ ബോഡി ഗാർഡ് പോയപ്പോ ഈ ലെറ്റർ അങ്കിളുടെ കൊടുത്തിട്ടാ പോയത്. അതെന്തിനാ അയാൾ വാങ്ങിയേ? കീറി കളഞ്ഞേര്. അല്ല അച്ഛാ, അച്ഛൻ അയാളെ നേരത്തെ അറിയാമെന്ന്. നാട് കമ്പം വിട്ട് അച്ഛനാണ് അയാൾക്ക് പേര് വെച്ചതെന്ന്. ഭൂമിനാഥൻ. ഭൂമിനാഥനോ? ചെമ്മണ്ണൂർ പ്രിയ മാധവൻകുട്ടിക്ക് കമ്പംമേട് വിശ്വനാഥൻ എഴുതുന്നത്. ഈ കത്തുമായിട്ട് വരുന്നയാൾ എൻ്റെ മകൻ ഭൂമിനാഥനാണ്. നിങ്ങളുടെ ജീവന് അപകടമുണ്ടെന്നൊരു നുണ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ അങ്ങോട്ട് അയക്കുന്നത്. ക്ഷമിക്കണം, അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരില്ലായിരുന്നു. ഇവിടെ അടിയും പിടിയായിട്ട് അവൻ ഉഴപ്പി നടക്കുകയായിരുന്നു. അവനെ തിരുത്തി നല്ല വഴിക്ക് കൊണ്ടുവരുവാൻ മാധവൻകുട്ടിക്ക് മാത്രമേ സാധിക്കൂ. സ്നേഹപൂർവം, വിശ്വനാഥൻ. ആ ചക്രപാണി എവിടെ? അയാളോട് ഭൂമിനാഥനെ പോയി വിളിച്ചോണ്ട് വരാൻ പറ. പൊയ്ക്കോ. സാറേ, ഞാൻ ഭൂമിനാഥനെ സംസാരിക്കുന്നത്. ഭൂമി, കാറിനടുത്തേക്ക് പോകരുത്, കാറിനകത്ത് ബോംബുണ്ട്. അതെ, അങ്ങോട്ട് പോകരുത്, കാറിനകത്ത് ബോംബുണ്ട്. അതാ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. സാറേ, കാറിനകത്തേക്ക് പോകരുത്, കാറിനകത്ത് ബോംബുണ്ട്. എനിക്ക് ശരിക്ക് കേൾക്കുന്നില്ല. എന്താ? നീ നേരെ വീട്ടിലേക്ക് വാടാ. സാറേ, സാറേ, ഹലോ. എടാ മോനെ, നീ അമ്മയുടെ കൂടെ വന്നേക്ക്. ശരി അച്ഛാ. നിങ്ങൾ ഇവന്റെ കൂടെ പോകും. നീ ഇവരെന്തീ കാണിക്കുന്നേ? എടാ, നിർത്തടാ. അയ്യോ, മോളെ. ചെമ്മണ്ണൂരിലെ കാറ്റ് പോലും ഞങ്ങൾക്ക് എതിരെ വീശില്ല. നീ ഒരുത്തം കാരണം ഇത്ര ബഹളം ഉണ്ടായതാ. അദ്ദേഹം കാണുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം, അല്ലെങ്കിൽ നീ ജീവനോടെ കാണില്ല. പാടി. സാറേ,
ഇപ്പം നമുക്ക് അകത്ത് പോയി അയാളെ അടിക്കോ ഇടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ കാർത്തികിനെ സ്നേഹിച്ച പെണ്ണ് ആത്മഹത്യ ചെയ്തു. നിന്റെ ആശ്വാസം ആർക്ക് വേണോടാ? മരിച്ചുപോയ എന്റെ പെങ്ങൾ തിരിച്ചു വരുമോ നിന്റെ ആശ്വാസ വാക്കുകൊണ്ട്? നിന്റെ മകൻ അവളോട് ചെയ്ത ദ്രോഹം ഇല്ലാതാകോ? വീണ്ടും ഞാൻ നിങ്ങളോട് പറയുക, എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല. തന്റെ മോളാണ് പ്രേമിച്ചവന്റെ പുറകെ നടന്നത്. നിങ്ങളുടെ മകളുടെ മരണത്തിന് കാരണം തന്റെ അഹങ്കാരം. എന്റെ മകനെ പഴി ചുമത്തി എന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ച നിന്നെ ഒന്നും ചെയ്യാതെ പോകുന്നത് പേടിച്ചിട്ടല്ല. ഇവൻ എന്നെ സമാധാനപ്പെടുത്തിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതോടെ നിർത്തിക്കോണം. എന്നെ പഴയ മാധവൻ കുട്ടിയാക്കി മാറ്റാൻ നോക്കരുത്. ഞാൻ ഈ അനുഭവിച്ച വേദനയുണ്ടല്ലോ, നിന്നെയും അനുഭവിപ്പിക്കും. നിന്റെ മകളുടെ മരണം നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണേ.